ഭാവിയെക്കുറിച്ച് അവിടുത്തെ ഭാവിയെക്കുറിച്ച് പ്ലാൻ You'll ചെയ്യുക. never be disappointed. നാം ഒരിക്കലും നിരാശിതരായി തീരില്ല. We need to live our lives in light of His coming, അവന്റെ കർത്താവിന്റെ വരവിന്റെ പ്രകാശത്തിൽ നമുക്ക് ജീവിക്കാം, with a watchfulness in our hearts. കാത്തിരിപ്പിന്റെ അനുഭവമായിട്ട്. Here's what Paul says in Philippians. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. Make a note, Philippians 3:20 and 21. ഫിലിപ്പിയ ലേഖനം Philippians 3:20 and 21. 3-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ. And follow it if you want to as I read it. വായിക്കുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. Here's what Paul says. For our citizenship is in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ, who will transform this lowly body, that it may be conformed to His glorious body, according to the working by which He is even able to subdue all things to Himself. We eagerly wait. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. And the writer of Hebrews says the same thing. എബ്രായ ലേഖനകാരനും ഇത് തന്നെ നമ്മെ ഓർപ്പിക്കുകയാണ്. He says in Hebrews 9:28. 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ, To those who eagerly wait for Him, അവന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി He will appear a second time. അവൻ വീണ്ടും വരുവാൻ പോകുന്നു. We're watching for Him. നാം അവന്റെ വരവിനായിട്ട് And കാത്തിരിക്കുകയാണ്. we're waiting for Him. അവന്റെ വരവിനെ നോക്കി പാർക്കുന്നു. And so back to Titus chapter 2 verse 13. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക്. He says looking for, that's watching. അതിനുവേണ്ടിയാണ് നാം നോക്കി പാർക്കുന്നത്. The blessed hope, that's waiting. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ. And what is the blessed hope? അതെന്താണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ? Well, hope is not hope so. നമ്മുടെ പ്രത്യാശ നാം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ സംഭവിക്കുമെന്നുള്ളതല്ല, Or maybe so. അങ്ങനെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്നുള്ളതുമല്ല, Or I think so. സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുമല്ല, Or I guess so. ഞാൻ അങ്ങനെ ഊഹിക്കുന്നുവെന്നുമല്ല. But hope is a hope for. നമ്മുടെ പ്രത്യാശ ഒരു കാര്യത്തിന് വേണ്ടി നാം ഉറപ്പോടെ ആഗ്രഹിക്കുകയാണ്. Literally it means a definite expectation of glory. ഉറപ്പായ ആ മഹത്വത്തിന്റെ പ്രത്യാശ. And we are watching and looking for this. അതിനുവേണ്ടി നാം മുൻപോട്ട് നോക്കി And കാത്തിരിക്കുകയാണ്. we call it our hope, the blessed hope. അതാണ് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ. It's a hope that is definite. ആ ഉറപ്പുള്ള വിശ്വാസമാണ്. We're eagerly looking for Him. നാം അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. And that hope is a blessed hope. It's a happy hope. ഭാഗ്യകരമായ ആ പ്രത്യാശ. And oh, how very happy is our hope. നമ്മുടെ ആ ആഗ്രഹം, ആ പ്രത്യാശ എത്രമാത്രം സന്തോഷം നിറഞ്ഞതാണ്. So we're watching and we're waiting. നാം കർത്താവിന് വേണ്ടി നോക്കി പാർക്കുക, കാത്തിരിക്കുക. One man said, I'm going to join Weight Watchers. ഞാൻ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, വെയിറ്റ് വാച്ചേഴ്സിൽ ഞാൻ ചേരുവാൻ പോകുന്നു. I said, you look pretty thin. I don't think you need Weight Watchers. നിങ്ങൾ വളരെ ശോഷിച്ച ശരീരമുള്ള വ്യക്തിയാണ്, പിന്നെ എന്തുകൊണ്ടാണ് വെയിറ്റ് വാച്ചേഴ്സിൽ He said, പോകുന്നത്? not that kind. ആ വെയിറ്റ് വാച്ചർ അല്ല. I'm waiting and I'm watching for the Lord to come. ഞാൻ കാത്തിരിക്കുന്ന ആ കൂട്ടത്തിൽ പെടുവാൻ ആഗ്രഹിക്കുന്നു. We should be waiting and watching for Jesus to നാം come. കർത്താവിന്റെ വരവിനായിട്ട് പ്രതീക്ഷയോടെ നോക്കി പാർക്കുക. The prospect of His coming. അതാണ് കർത്താവിന്റെ വരവിലെ നമ്മുടെ അനുഭവം. Let me ask you to do this tonight when you get back home. ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. When you close your blinds, say maybe tonight. ഇന്ന് രാത്രികാലം നമ്മുടെ ജനാലയുടെ വാതായനങ്ങൾ അടയ്ക്കുമ്പോൾ, When you open your blinds in the morning, say maybe today. രാവിലെ ആ കർട്ടനുകൾ നാം മാറ്റുമ്പോൾ And ഇന്നായിരിക്കാം. it may be at morning, it may be at noon. ഒരുപക്ഷെ രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്കായിരിക്കാം. It may be at night, but it may be soon. ഒരുപക്ഷെ വൈകുന്നേരമായിരിക്കാം, പക്ഷെ പെട്ടെന്നായിരിക്കാം. And the Bible says, He who is coming will indeed come. എന്നാൽ വരുവാൻ പോകുന്നവൻ വരുമെന്ന് വേദപുസ്തകം പറയുന്നു. And will not tarry. അവൻ താമസിക്കുകയുമില്ല. And so if we have our watching, നാം അതിനുവേണ്ടി നോക്കി പാർക്കുന്നുവെങ്കിൽ, and our waiting, നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, we now see the wonder of it all. ആ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. And in verse 13 again of Titus 2, 13-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും, he says this, we're looking for the blessed hope, and here's the wonder, the glorious appearing of our great God and Savior, Jesus Christ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്.
I'm not waiting for the rapture. ഞാൻ ഉൽപ്രാപണത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. I'm looking for the Lord. ഞാൻ കർത്താവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. I'm not looking for a sign. ഞാൻ ഒരു അടയാളത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. I'm watching for the Savior. ഞാൻ ആ കർത്താവിനെ രക്ഷിതാവിനെയാണ് കാത്തിരിക്കുന്നത്. I don't want to talk about the prophecies. ഞാൻ ആ പ്രവചനങ്ങളെ കുറിച്ച് സംസാരിക്കുവാനല്ല. I want to see His face. എന്നാൽ അവന്റെ മുഖം കാണുവാൻ ഞാൻ And ആഗ്രഹിക്കുന്നു. the Bible says, when He who is coming appears, and we see Him as He is, we'll be like Him, for we shall see Him as He is. വരുവാനുള്ള വരുമ്പോൾ നാം അവനെ കാണുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. And 1 John 3 says, everyone who has this hope in Him purifies himself, even as He is pure. 1 യോഹന്നാൻ 3-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രത്യാശയുള്ളവൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. Because the prospect of His coming has an effect on us right now. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമ്മിൽ ചില അനുഭവങ്ങൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. That we live our lives in light of His coming. കർത്താവിന്റെ വരവിന്റെ പ്രകാശത്തിൽ അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് വസിക്കണം. And the anticipation. ആ പ്രതീക്ഷ. Eagerly waiting. അതിന്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. It's starting to rise. അത് ഉയരുവാൻ ആരംഭിക്കട്ടെ. How's the level of your anticipation? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ പ്രത്യാശയുടെ നിലവാരം? Is it rising? ഇത് ഉണരുന്നുണ്ടോ? One day He's going to take us out of this world. കർത്താവ് ഒരു നാൾ നമ്മെ ലോകത്തിൽ നിന്ന് വേർപെടുത്തും. Forget the doorway. ആ വാതില് മറക്കുക. We're going up. നാം മേലോട്ടാണ് പോകുന്നത്. Nothing will stop us. നമ്മെ ഒരു ശക്തിക്കും തടയുവാൻ സാധ്യമല്ല. You really believe this? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? Do you really believe this? നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കുന്നുണ്ടോ? Do you really believe this? നിങ്ങൾ വിശ്വസിക്കുന്നു. Turn in your last chapter of your Bible to close. വേദപുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. If God were going to tell us anything that was extra special important, ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ He would never close the book of books without one more reminder. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടാതെ ആ വേദപുസ്തകം അവസാനിക്കുകയില്ല. So in Revelation 22, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, the last chapter of our Bible, വേദപുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ He reminds us, അവൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. not just once, ഒരിക്കൽ മാത്രമല്ല, not just twice, 2 പ്രാവശ്യമല്ല, 3 times, 3 പ്രാവശ്യം നമ്മെ the ഓർമ്മിപ്പിക്കുന്നു. perfect reminder. 3 പ്രാവശ്യം തീർച്ചയായ ഓർമ്മപ്പെടുത്തൽ. He's given us His promise. അവൻ തന്റെ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നു. He's told us of His power. അവന്റെ ശക്തിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു. He's given us the process. ഏത് രീതിയിൽ അത് സംഭവിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചു. He's put before us the prospect. അതിന്റെ അനുഭവം എന്തായിരിക്കണമെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞു. And now He gives us 3 reminders. 3 ഓർമ്മപ്പെടുത്തലുകളിലൂടെ. And it's Revelation 22:7. 22-ാം അധ്യായം 7-ാം വാക്യം. Behold, I come quickly. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. Blessed is he who keeps the words of the prophecy of this book. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. I believe He's coming to those who love Him. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വരുന്നു. And in verse 12 again He says, 12-ാം വാക്യത്തിൽ വീണ്ടും അവൻ എന്തിനെ തന്നെ പറയുന്നു. And behold, I come quickly. ഇതാ ഞാൻ വേഗം വരുന്നു. And my reward is with me. ഓരോരുത്തന് അവനവന്റെ പ്രതിഫലം കൊടുക്കാൻ തക്കവണ്ണം. To give to everyone according to his work. പ്രതിഫലം എന്റെ പക്കലുണ്ട്. He's coming to reward those who labor. അവന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് പ്രതിഫലം കൊടുക്കുവാൻ അവൻ കടന്നു വരുന്നു. We come to the very last 2 verses of our Bible. അവസാനത്തെ 2 വാക്യങ്ങളിലേക്ക് നാം കടന്നു And He വരുന്നു. says in verse 20, 20-ാം വാക്യത്തിൽ, He who testifies to these things says, ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, Surely I am coming quickly. അതേ ഞാൻ വേഗം വരുന്നു. And John responds യോഹന്നാൻ ഇങ്ങനെ പ്രതികരിക്കുന്നു, the way I want you to respond. നിങ്ങളെല്ലാവരും ആ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. To say together with me, Amen. ഇത് പറയുക, Even so, come, Lord Jesus. കർത്താവായ യേശുവേ വേഗം വരണമേ. Just think of it, to those who are longing for His coming, കർത്താവിന്റെ വരവിന് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർ, that our hearts can hardly bear the anticipation. ഈ പ്രതീക്ഷയെ ഇനിയും വെച്ച് പുലർത്തുവാൻ നമ്മൾക്ക് ഹൃദയങ്ങൾ കഴിയുകയില്ല. That one moment, any moment, we may see Him. ഏത് നിമിഷവും ഒരു നിമിഷം നാം കർത്താവിനെ കാണും. And the spirit of prophecy is Jesus. പ്രവചനത്തിന്റെ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. And it changes our lives forever. നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി അവൻ മാറ്റും. If He doesn't come today, ഇന്ന് രാത്രികാലം അവൻ വന്നില്ല എങ്കിൽ what does He tell us to do? അവൻ എന്താണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്? He says, occupy ഇതിൽ വ്യാപൃതരായിരിക്കുക, until I come. ഞാൻ വരുവോളം.